പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദുഃഖവെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിന് ലോകത്തോടുള്ള സ്നേഹം തന്നെയാണ്. ദൈവം തൻ്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തൻ്റെ മക്കളെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചു. അതിന് യേശുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ലോകത്തെ രക്ഷിക്കുവാൻ യേശു തൻ്റെ ജീവൻ വെടിയേണ്ടി വന്നു. രക്തം ചൊരിയേണ്ടി വന്നു. അവഹേളനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രഹരം ഏൽക്കേണ്ടി വന്നു. പരിഹാസപാത്രമാകേണ്ടി വന്നു. അടിയും തുപ്പലും ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നു. ആരോടും പരാതി പറയാതെ ശാന്തനായി സമചിത്തനായി അവിടുന്ന് സഹിക്കുന്നു. ആണി കൊണ്ടുള്ള ചമ്മട്ടി അടി ഏൽക്കേണ്ടി വന്നു. ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് വേദനയും രക്തച്ചൊരിച്ചിലും ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര യേശുവിനെ തളർത്തിയില്ല. കാരണം യേശു സഹിച്ചത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എളിമയോടുകൂടി അനുസരണയോടുകൂടി സഹനശക്തിയോടുകൂടി യേശു കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്നു. വേദന ഉണ്ടായിട്ടും അത് കാണിക്കാതെ പരാതിപ്പെടുന്നുമില്ല. എല്ലാം അങ്ങേ അറ്റം വരെ സഹിച്ചുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് അവിടുന്ന് മരിക്കുന്നു. നമ്മെ അനാഥരാക്കില്ല. തിരുസഭയെ, തൻ്റെ മക്കളെ, തൻ്റെ അമ്മയെ ഏൽപ്പിച്ച് സുരക്ഷിതരായിട്ടാണ്, സുരക്ഷിതമായ അമ്മയുടെ കൈകളിലാണ് അവിടുന്ന് ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പേ ഏൽപ്പിച്ചത്. യേശുവിൻ്റെ അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത സ്നേഹം നാം കുരിശിൽ കാണുന്നു. അവിടുത്തെ സ്നേഹം നാം ധ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചും അവർക്ക് വേണ്ടി സഹിച്ചും മറ്റുള്ളവരെയും ദൈവത്തെയും സ്നേഹിച്ചും സേവിച്ചും ജീവിക്കാം. നമ്മുടെ ജീവൻ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ത്യജിച്ച് ജീവിക്കാം.